ഇവിടെ ഇത്രയേറെ പുരുഷന്മാർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ സംസാരം കേൾക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയേറെ പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ വെറുതെ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ, ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് ചോദിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. മിക്കവാറും അത് അയാളുടെ പ്രശ്നമാവില്ല, വേറെ ആരുടെങ്കിലും ആയിരിക്കും. അനുജൻ്റെ മോളുടേതായിരിക്കും, അനുജൻ്റേതായിരിക്കും, അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും, പെങ്ങളുടേതായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ അനിയത്തിയുടേതായിരിക്കും, ഭാര്യയുടെ താത്തൻ്റെതായിരിക്കും, അനുജൻ്റെ ഭാര്യയുടേതായിരിക്കും, അനുജൻ്റെ കുട്ടിയുടേതായിരിക്കും. സ്വന്തം പ്രശ്നമാവില്ല, അതെപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും. സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യം എപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും. സ്വന്തം വിശ്രമത്തിൻ്റെ കാര്യം എപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും. എന്നിട്ടോ വേറെ ആർക്കെങ്കിലോ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ടാവും. എന്താണ് ഈ കരുണ എന്ന് പറഞ്ഞാൽ? മനുഷ്യനാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് എന്തിനാണ് പറഞ്ഞത്? ഈ ആളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കണം കേട്ടോ. ആണായാലും പെണ്ണായാലും പ്ലാസ്റ്റിക് അല്ല, ഫീലിങ്സ് ഉണ്ട്. ആ ഫീലിങ്സിനെ മനസ്സിലാക്കണം കേട്ടോ എന്നാണ് പറയുന്നത്. ഫീലിങ്സിനെ മനസ്സിലാക്കാത്തൊരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. വീട്ടിൽ നിന്നല്ല, ഒരു ഹോസ്റ്റലിൽ പോലും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കും പഠിച്ചവന് അത്രയും പ്രാധാന്യത്തോടെ അത് പറഞ്ഞു തന്നിട്ടുള്ളത്.